കോട്ടയത്ത് നിന്ന് വീണ്ടും ഒരു തട്ടിപ്പിന്റെ വാർത്തയാണ് ഇന്നിപ്പോൾ പുറത്തു വരുന്നത്. കോട്ടയം കുറവലങ്ങാട് സ്വദേശിയായ യുവ എഴുത്തുകാരൻ ടോംസി കുറവലങ്ങാടിന്റെ പക്കൽ നിന്നുമാണ് ലക്ഷങ്ങൾ തട്ടിയതായി ഇപ്പോൾ പരാതി പറയുന്നത്. ഈ ഒരു കേസിൽ ഇപ്പോൾ മലപ്പുറം സ്വദേശിക്കെതിരെ കോടതിയിലും അതുപോലെ തന്നെ പോലീസിലും പരാതി നൽകിയിരിക്കുകയാണ് കുറവലങ്ങാട് സ്വദേശി. പലപ്പോഴായി ഈ കുറവലങ്ങാട് സ്വദേശിയുടെ പക്കൽ നിന്നും ലക്ഷങ്ങൾ ഇദ്ദേഹം തട്ടിയതായിട്ടാണ് പരാതി പറയുന്നത്. പണം തിരികെ ചോദിച്ചപ്പോൾ ഹണി ട്രാപ്പിൽ കൊടുക്കുമെന്നും അതുപോലെ തന്നെ വധഭീഷണിയുമാണ് ഈ ഒരു മലപ്പുറം സ്വദേശി ഇദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പോലീസിലും അതുപോലെ തന്നെ കോടതിയിലും പരാതി നൽകിയിരിക്കുകയാണ് കുറവലങ്ങാട് സ്വദേശിയായ യുവ എഴുത്തുകാരൻ ടോംസി കുറവലങ്ങാടിനെ കബളിപ്പിച്ച് സുഹൃത്ത് മുഹമ്മദ് നവാസ് ലക്ഷങ്ങൾ തട്ടിയതായി പരാതി. പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ ഹണി ട്രാപ്പിൽ കൊടുക്കുമെന്നും വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. മലപ്പുറം സ്വദേശി മുഹമ്മദ് നവാസിനെതിരെയാണ് ടോംസി പാലാ മുനിസിപ്പൽ കോടതിയിലും തെലങ്കാന പോലീസിലും പരാതി നൽകിയിട്ടുള്ളത്. മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള വാട്സാപ്പ് കൂട്ടായ്മയുടെ അഡ്മിനായിരുന്നു മലപ്പുറം സ്വദേശി മുഹമ്മദ് നവാസിനെതിരെയാണ് കുറവലങ്ങാട് സ്വദേശിയും എഴുത്തുകാരനുമായ ടോംസി കുറവലങ്ങാട് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. 2020 ടോംസി മുഹമ്മദ് നവാസിനെ പരിചയപ്പെടുന്നത്. സിവിൽ സർവീസ് പരീക്ഷയ്ക്കായുള്ള പരിശീലനത്തിനായുള്ള വാട്സാപ്പ് കൂട്ടായ്മയിലൂടെയാണ് ഇരുവരും സുഹൃത്തുക്കളായത്. മുതിർന്ന IAS IPS ഉദ്യോഗസ്ഥർ തന്റെ സുഹൃത്തുക്കളാണെന്ന തരത്തിൽ അവർക്കൊപ്പമുള്ള ചിത്രങ്ങളും വാട്സാപ്പ് കൂട്ടായ്മയിൽ നിരന്തരം പങ്കുവച്ചിരുന്നതായും ടോംസി പറയുന്നു. യുവ IAS IPS ഉദ്യോഗസ്ഥർക്കൊപ്പമുള്ള ചിത്രങ്ങൾ സിവിൽ സർവീസ് പരീക്ഷാർത്ഥികളുള്ള ഗ്രൂപ്പുകളിലിട്ടാണ് ഇയാൾ വിശ്വസ്തത നേടിയിരുന്നത്. മുഹമ്മദ് നവാസിന്റെ പിതാവിന്റെ ചികിത്സയ്ക്കെന്ന പേരിലാണ് ആദ്യമായി പണം കടം വാങ്ങുന്നത്. തനിക്ക് മാസം 40,000 രൂപ ശമ്പളമുണ്ടെന്നും ഇൻഫോസിസിൽ അസിസ്റ്റന്റ് അക്കൗണ്ടന്റാണെന്നും പലതവണയായി പണം തിരികെ നൽകാമെന്നും വിശ്വസിപ്പിച്ചാണ് പണം കടം വാങ്ങിയത്. ഇതേ തുടർന്ന് പിന്നീട് പലതവണയായി പല ആവശ്യങ്ങൾ പറഞ്ഞ് ടോംസിയുടെ പക്കൽ നിന്നും മുഹമ്മദ് നവാസ് പണം കടം വാങ്ങിയെടുത്തു എന്നാണ് പരാതി. ഇതേ തുടർന്ന് ടോംസി പണം തിരികെ ചോദിച്ചപ്പോൾ തന്റെ ഒപ്പം IPS IAS സുഹൃത്തുക്കളുണ്ടെന്നും പണം തിരികെ നൽകില്ലെന്നും വ്യാജക്കേസിൽ കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തി. സ്ത്രീകളുടെ ചിത്രങ്ങളും മൊബൈൽ നമ്പരും ടോംസിയുടെ ഫോണിലേക്ക് അയച്ച ശേഷം ഇവരെ ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞ് ഹണി ട്രാപ്പിൽ കെണിയിൽ കൊടുക്കാനും ശ്രമമുണ്ടായതായും പരാതിയിൽ പറയുന്നു. ഇതുകൂടാതെ ടോംസി നിലവിൽ താമസിക്കുന്ന ഹൈദരാബാദിലെ സുഹൃത്തുക്കളെ വിളിച്ച് ടോംസിയെ കെണിയിൽ കുടുക്കി എത്തിക്കണമെന്നും പ്രതിയായ മുഹമ്മദ് നവാസ് ആവശ്യപ്പെട്ടതായി തെലങ്കാന പോലീസിന് നൽകിയ വധശ്രമ പരാതിയിൽ പറയുന്നു. തുടർന്നാണ് ടോംസി തെലങ്കാന പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് അഭിഭാഷകൻ മുഖേന കോടതിയെ സമീപിക്കുകയും ചെയ്തു.